രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു കേട്ടോ പിറ്റേ ദിവസത്തെ. പക്ഷെ ഇന്ന് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളെ അച്ഛമ്മയും കൂടി സച്ചി വീട്ടിലേക്ക് വരുവാണ്. വരുന്ന വഴിക്ക് സച്ചിയുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്ന കണ്ടപ്പം അച്ഛമ്മ കാര്യം എന്താന്ന് തിരക്കുന്നുണ്ട്. സച്ചി പറഞ്ഞു, ഒന്നുമില്ല അച്ഛമ്മയെന്നൊക്കെ പറഞ്ഞു. ഒന്നും ഇല്ലായികയല്ല, നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് പിന്നെ ഉറക്ക ക്ഷീണോ. എടാ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഉറക്കളക്കിച്ച് അധ്വാനിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? ദേ സ്വന്തം ശരീരം നോക്കിയിട്ട് മതി ഇനി ബാക്കിയുള്ള അധ്വാനം കാര്യങ്ങളൊക്കെ. പറഞ്ഞു കേട്ടല്ലോ. ആരോഗ്യേ എല്ലാ കാലത്തും മനുഷ്യൻ ഇങ്ങനെ എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നൊന്നുമില്ല. അത് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ വലിയൊരു ഉപദേശം തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒടുവില് സച്ചി എല്ലാത്തിനും തല ഒലിക്ക് സമ്മതിച്ചു. പിന്നീട് അവര് ട്രാഫിക് സിഗ്നലിന്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തുവാണ്. അപ്പോഴേക്കും ഒരു ഭാര്യയും ഭർത്താവും കൂടെ ബൈക്കില്. അപ്പൊ ആ ഭാര്യയാണെങ്കിൽ കഴുത്ത് നിറച്ചു ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. കയ്യും കഴുത്ത് നിറച്ചു ആഭരണങ്ങളാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പത്തിനും അച്ഛൻ പറഞ്ഞു, അല്ല ഈ പ്രദേശത്തുള്ള എല്ലാരും ഭയങ്കര പണക്കാരൊക്കെയാന്ന് തോന്നുന്നല്ലോ. അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞ്? ഇതെങ്ങ് നോക്കിക്കേടാ എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോ സച്ചി ചിരിച്ചു. അച്ഛൻ പറഞ്ഞു, അല്ല ഇന്നത്തെ കാലത്ത് ടിവിയിലും പത്രത്തിനകത്തൊക്കെ സ്ഥിരം ന്യൂസ് വരുന്ന കാരണം ഇത്രയും ആഭരണങ്ങളൊക്കെ ഇട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അപകടങ്ങളാ സംഭവിക്കുന്നത്? പിടിച്ചു പറിച്ചോണ്ട് ഓടുകയൊക്കെ ചെയ്യത്തില്ലേ? സച്ചി പറഞ്ഞു, അച്ഛമ്മേ അവര് ചിലപ്പോഴും അത്ര അണിഞ്ഞിരിക്കുന്ന അവർക്ക് അത്ര ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അച്ഛൻ പറഞ്ഞു, ആര് കണ്ടു ഇതൊക്കെ സ്വർണ്ണമാണോന്ന്? ചിലപ്പം വല്ല മുക്കുപണ്ടമായിരിക്കും. ഒരു നിമിഷം സച്ചി ഞെട്ടിപ്പോയി. എന്താ അച്ഛമ്മ പറഞ്ഞേ? മുക്കുപണ്ടമായിരിക്കും, റോൾഡ് ഗോൾഡായിരിക്കും എന്ന് പറയണ. ആ സമയം സച്ചി പറഞ്ഞു, ശരിയാ, അങ്ങനെയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണമെന്ന് പറയണേ. കണ്ടുപിടിക്കാനോ? നീ എന്താടാ പറഞ്ഞേ? അല്ല സ്വർണത്തിന് പകരം മുക്കുപണ്ടമാണെങ്കിൽ അത് വെച്ചാരെന്ന് കണ്ടുപിടിക്കണമെന്ന്. ദേ സച്ചി നീ എന്തൊക്കെ പിച്ചും പയ്യോ പറയണേ? പെട്ടെന്ന് സച്ചിക്ക് ബോധോദയം ഉണ്ടായി. അയ്യോ അച്ഛമ്മ, അത് പിന്നെ ഞാൻ ഓരോന്നൊക്കെ ആലോചിച്ചു. ഇവന്റെ ഒരു കാര്യം പറഞ്ഞാല് സച്ചിയുടെ മനസ്സിൽ രേവതിയുടെ സ്വർണം അടിച്ചു മാറ്റി റോൾഡ് ഗോൾഡ് ആക്കിയ സുധിയുടെ മുഖമായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചോണ്ട് വരുന്നതുകൊണ്ടാണ് സച്ചി പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോലും. പക്ഷെ അച്ഛമ്മയ്ക്കൊന്നും മനസ്സിലായ പോലും ഇല്ല. അങ്ങനെ അവര് വീട്ടിലേക്ക് വരുമ്പോ രവീന്ദ്രനും കൂടെ ഇറങ്ങിച്ചെന്ന്, ആഹാ അമ്മ ഇറങ്ങി വാന്നൊക്കെ പറഞ്ഞോണ്ട് അച്ഛമ്മയെ സ്വീകരിച്ച് ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയണം. ഒരു 100 വർഷം കൂടെ അമ്മ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന്. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, ആ എന്താ വെച്ചാ 100 വർഷം, 1000 വർഷം ഇരിക്കട്ടെ എന്ന് പറ. ആ സമയം അച്ഛൻ പറഞ്ഞു, ആഹാ ഞാനെന്താടാ എന്നാ മരണമില്ലാത്ത വല്ല മനുഷ്യസ്ത്രീ വലുതാണോ? എന്റെ അച്ഛമ്മേ, നമ്മൾ അങ്ങനെയല്ലേ ആശംസിക്കുന്നേ. അച്ഛമ്മ എത്ര വർഷം ഇരുന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കാർ വന്നിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ രേവതി പെരക്കകത്തുനിന്ന് പെട്ടെന്ന് തന്നെ ആരതിയൊക്കെ കയ്യിലെടുത്തോണ്ട് ഇറങ്ങി വരുവാണ്. അച്ഛമ്മേനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് സ്വീകരിക്കാനായിട്ട്. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, നീ ഇതെങ്ങോട്ടാ? അല്ല അച്ഛമ്മ വന്നിട്ടുണ്ട്, ആരതി ഒഴിഞ്ഞ്. വേണ്ട വേണ്ട, നീ ആരതി ഒഴിയാനൊന്നും പോണ്ട, അതിങ്ങോട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ മേടിച്ചിട്ട് വർഷയെ ശ്രുതിയെയും വിളിച്ചു. അങ്ങനെ വർഷയെ ശ്രുതിയെ ഇറങ്ങി വന്ന് പറഞ്ഞു, ഇതേ മക്കളെ നിങ്ങൾ അമ്മയെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതിയുടെ കയ്യിലേക്ക് ആരതി തട്ട് കൊടുത്തു. രേവതി പറഞ്ഞു, നീ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴൊന്നും വേണ്ട, നീ അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ അവരെല്ലാരും കൂടെ താഴേക്ക് ഇറങ്ങി ചെന്നു. അച്ഛമ്മ ഭയങ്കര സന്തോഷത്തോടെ കയറി വരുവാണ്. അച്ഛമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച അച്ഛമ്മ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വർഷം എല്ലാവരും ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയാണ്. സൂതിയൊക്കെ ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ദേ ഇനി നിങ്ങൾ ആരതി എടുക്കാൻ പറയണം. അച്ഛമ്മ ഇങ്ങനെ ചുറ്റും നോക്കുക. എവിടെ രേവതി മോളെ കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും രേവതി പതുക്കെ അവിടെ ഇറങ്ങി വന്ന് മാറി നിൽക്കുകയാണ്. ഇതെന്താ മോളെ നീ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. സച്ചി പറഞ്ഞു, മനസ്സിലായി കാണൂലോ അച്ഛമ്മയ്ക്ക് എന്താന്ന്. ഈ ആരതി തട്ടൊക്കെ ശരിയാക്കിയത് രേവതി തന്നെയാ. പക്ഷേങ്കിലേ രേവതിയോട് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് അമ്മ പറഞ്ഞാണോ, അതാ രേവതി മാറി നിൽക്കുന്നേ. അപ്പോഴേക്കും ചന്ദ്രമതി കടന്ന് ഉരുണ്ട് കളിച്ചു. അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, മോൾ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ രേവതി വന്ന് അച്ഛമ്മയ്ക്ക് ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞു. ആ സമയത്ത് ചന്ദ്രമതി കൊട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. പക്ഷെ അച്ഛമ്മ അതൊക്കെ മൈൻഡ് ചെയ്യുവോ? അച്ഛൻ പറഞ്ഞു, മോളെ ആ തട്ട് മേടിക്കുക എന്ന് പറഞ്ഞു. അല്ല അച്ഛമ്മ, അത് പിന്നെ അതെ നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ആരതി ഒഴിഞ്ഞാൽ മതി. 3 മരുമക്കളും ചന്ദ്രൻ നിന്റെ അല്ലേ. ഒരാളെ മാത്രം മാറ്റിയെടുത്തത് ശരിയാണോ? അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ചന്ദ്രമതിക്ക് അടി കിട്ടിയാലേപ്പേ. ഒടുവില് രേവതി ആരതി തട്ടി പിടിച്ച് നടുക്കുന്നു. ബാക്കി 2 പേരും അപ്പറേ നിന്നു. അപ്പുറം ഇപ്പറായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാണ് അച്ഛമ്മേനെ. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോ അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കറണ്ട് പോയതാട്ടോ, അതൊരു ഇടയ്ക്കൊരു ഇരുട്ട് വന്നേ. അങ്ങനെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. കാരണം മറ്റൊന്നുമല്ല, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോടാ, നല്ല ഭംഗിയുണ്ടല്ലോ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇതേ ഞങ്ങളെല്ലാരും കൂടി ചെയ്തതാ.
അച്ഛൻ പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ സമയത്ത് ചന്ദ്രമതിയുടെ സ്വഭാവം അറിയാലോ, ഒരു കുരുപ്പ് സ്വഭാവമാണല്ലോ. ചന്ദ്രമതി പറഞ്ഞു, ഓ എന്റെ പിറന്നാളിന് ഇതിന് നാലൊന്നു പോലും രവിയേട്ടൻ ചെയ്തിട്ടില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതെ ഉത്സവം വന്നാലും അല്ലെങ്കിൽ ക്രിസ്മസോ ഓണോ ഒക്കെ വന്നു പറഞ്ഞാലും അമ്മയുടെ പിറന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നും ഇന്നും അതെ ഒരു സന്തോഷമുള്ള ദിവസം തന്നെയാ. അതുകൊണ്ട് ഞാൻ അതിനേക്കാളും കൂടുതലായിട്ട് ആഘോഷിക്കുന്ന അമ്മയുടെ പിറന്നാളാ. പിന്നെ ഇത് 80-ാം പിറന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ടൊന്നും അല്ലേ. ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ചന്ദ്രമതിക്ക്, കാരണം ഇങ്ങനെയൊക്കെ ഒരുക്കി കൊടുക്കുന്നതിൽ. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ഇതിലൊന്നും ഒരു കാര്യമില്ലടാ, എനിക്കിതൊന്നും വേണ്ട, എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടാൽ മതി, അതിനു വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴേക്കും വർഷം ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛമ്മയെ കണ്ടിട്ടുണ്ടെങ്കിൽ ദേ 80 വയസ്സായെന്ന് പറയത്തില്ല, ഇപ്പൊ ഒരു 55-60 ആ ഒരു പ്രായത്തിലെ ചുറിയുറുക്കോടും അല്ലേ അച്ഛമ്മ നടക്കുന്നേ, സൂപ്പർ ആയിട്ടുണ്ട്. ആ സമയത്ത് ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, അതെ അച്ഛമ്മേ അതങ്ങനെ തന്നെയാ, അച്ഛമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല ചെറുപ്രായം തന്നെയല്ലേ, ഞങ്ങളെക്കാളും എനർജറ്റിക് ആയിട്ടല്ലേ അച്ഛമ്മ ഓടിപ്പാഞ്ഞ് നടക്കുന്നേ. അച്ഛമ്മയോട് ഇതൊക്കെ പറയുന്നത് കേട്ടുമ്പോ ചന്ദ്രമതി ആണെങ്കിൽ ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ നിൽക്കുക. ചന്ദ്രമതിക്ക് അതൊട്ടും അങ്ങോട്ട് സൂഹിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് വർഷ വെച്ചു, അല്ല അച്ഛമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛമ്മയുടെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അല്ല എന്താ, അല്ലെങ്കിൽ അച്ഛമ്മ ഇപ്പോഴും ഈ പ്രായത്തിലും ഇങ്ങനെ ചെറുപ്പക്കാരിയായിട്ടിരിക്കുന്ന രഹസ്യം എന്താ? അത് അറിയാലോ, ഞാൻ വീട്ടിലാണെങ്കിൽ ഒരിടത്തും ഒരു സമയത്ത് അടങ്ങിയിരിക്കില്ല, എപ്പോഴും എന്തേലുമൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കും, പിന്നെ പാടത്തും പരമ്പത്തോടെ ഒക്കെ ഇങ്ങനെ നടക്കും, എന്തേലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. അല്ലാതെ വീട്ടിൽ കയറി നമ്മൾ ചുമ്മാ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ വെറുതെ പിത്തവണ്ണവും പിടിച്ച് ഉള്ള അസുഖങ്ങളൊക്കെ വരും. ഇതേ ഈ പ്രായത്തിലും എനിക്ക് വലിയ വലിയ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അച്ഛമ്മയുടെയൊക്കെ പ്രായമാകുമ്പോൾ ഞങ്ങൾ ജീവനോടെ പോലും കാണത്തില്ല, ഭൂമിക്ക് മീതെ കാണത്തില്ല, അങ്ങനെ പറയരുത്. മോൾ എപ്പോഴും ഓടിച്ചാടി നടന്ന് ജോലി ചെയ്യുന്നതല്ലേ, മോൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ആ സമയം സച്ചു പറഞ്ഞു, പിന്നെ അതെ ചന്ദ്രമതിയോട് പറഞ്ഞു, അതെ നിന്റെ കുറച്ച് വണ്ണം കുറയ്ക്കണം, നീ ദേഹം അനങ്ങാതിരുന്നോണ്ടാ ഇങ്ങനെ വണ്ണം വെക്കുന്നേ, നിനക്ക് പല പല അസുഖങ്ങളും പിടിപെടും. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് ഇടിവെട്ടേറ്റ പോലെ ആയിപ്പോയി. ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ കളിയാക്കിയതാണോ എന്നൊരു ചിന്തയൊക്കെ ചന്ദ്രമതിക്ക് തോന്നുകയും ചെയ്തു. പിന്നീട് അച്ഛമ്മ കസേരയിലേക്ക് പോയിരിക്കുമ്പോ ബാക്കി എല്ലാരും കൂടെ ചുറ്റും കൂടി ഇരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ദേ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാം ഓരോ സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, അതെനിക്ക് അറിയാടാ രവി, നീ പറഞ്ഞില്ലേലും എനിക്കറിയാം, എന്റെ കൊച്ചുമക്കളല്ലേ, അവരെനിക്ക് വേണ്ടി സർപ്രൈസ് ഗിഫ്റ്റ് തരുമെന്നറിയാം. പക്ഷെ ഈ പിറന്നാളിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? എനിക്ക് ഗിഫ്റ്റ് തരുമല്ലോ, പക്ഷെ അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്റെ മനസ്സിനിണങ്ങിയ ഗിഫ്റ്റ് തരുന്ന ആൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. സമ്മാനം കൊടുക്കുന്നുണ്ടോ? അതെന്താ എന്ന് പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് ചോദിച്ചു. അതൊക്കെയുണ്ട്, അത് അപ്പോഴറിഞ്ഞാൽ മതി. അപ്പോഴേക്കും ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് സമ്മാനമേ അമ്മ കൊടുക്കണേ? ഞാൻ പറഞ്ഞല്ലോ, അതാ കൊടുക്കുന്ന സമയത്ത് അറിഞ്ഞാൽ മതി. നിങ്ങളെല്ലാവരും എനിക്ക് ഗിഫ്റ്റ് തരുമെന്നറിയാം, പക്ഷെ ആ തരണ സമയത്ത് എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് അയക്കണം. അത് അങ്ങനെയാണെങ്കിൽ അവർക്കാണ് ഞാൻ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. ചന്ദ്രമതിയുടെ ഒക്കെ കണ്ണു തെളിപ്പോയി, എങ്ങനെയാ എന്നൊന്നും അറിയത്തില്ലോ. അപ്പോഴേക്കും സച്ചി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല എനിക്ക് ചില ഐഡിയകളൊക്കെ തോന്നുന്നുണ്ട് മനസ്സിൽ. എന്ത്? അപ്പൊ ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞു. അച്ഛമ്മ എന്തായിരിക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നതെന്ന് സുധി പറഞ്ഞു, മിക്കവാറും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നല്ല ആഹാരം ഉണ്ടാക്കി തരുമായിരിക്കും. ശ്രീകാന്ത് പറഞ്ഞു, ചിലപ്പോ അച്ഛമ്മ അവിടെ നിന്ന് നുറുക്കും പഴംപൊരിയൊക്കെ എല്ലാം കൊണ്ടുവന്ന് കാണും, അപ്പൊ അതൊക്കെ തരുന്ന കാര്യമായിരിക്കും. അതൊന്നും അല്ല, വേറൊരു ഗിഫ്റ്റാ. സച്ചി പറഞ്ഞു, എനിക്കറിയാം, അച്ഛമ്മ ചിലപ്പോ എന്തെങ്കിലും ഒരു മത്സരം വെക്കും. മത്സരം വെച്ചിട്ട് അതിനകത്ത് ജയിക്കുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ്. സാധാരണ എപ്പോഴും അങ്ങനെയല്ലേ? അതെ എന്റെ മനസ്സ് മനസ്സിലാക്കി നീ മാത്രം ഉള്ളടാ സച്ചി. പക്ഷെ അറിയാലോ, ഇവിടെ എന്റെ മനസ്സിനിണങ്ങിയ ഗിഫ്റ്റ് ഈ തവണ എനിക്ക് തരുന്ന ആൾക്കാർക്ക് ഞാൻ ആ സമ്മാനം കൊടുക്കാൻ പോന്നേ. അങ്ങനെ അച്ഛമ്മ അതെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് ചന്ദ്രമതിക്ക് ടെൻഷൻ ആയിരിക്കും, എന്തായിരിക്കും ഉള്ളിലൊരു ആന്തല്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി ചോദിച്ചു, അല്ലമ്മേ എന്തായിരിക്കും അച്ഛമ്മ ഗിഫ്റ്റ് കൊടുക്കാൻ പോന്നേ? അറിയാലോ, നിന്റെ അച്ഛമ്മയാ, ഉറപ്പായിട്ടും നല്ല കനത്തിനായിരിക്കും. ഒന്നെങ്കിൽ അവിടുത്തെ സ്ഥലത്തിൽ കൂട്ടായിരിക്കും, അല്ലെങ്കിൽ സ്വർണം എന്തേലും ആയിരിക്കും. ഇത് രണ്ടിലേതേലും ഒന്നും ആയിരിക്കും കൊടുക്കാൻ പോന്നെ. അത്രയൊക്കെ കൊടുക്കുവോ? പിന്നല്ലാതെ, ഉറപ്പായിട്ടും അതായിരിക്കും കൊടുക്കാൻ പോന്നെ. അങ്ങനെയാണ് എന്റെ മനസ്സിൽ തോന്നേ. ചന്ദ്രമതി അങ്ങനെയൊക്കെ ചില കണക്കൂട്ടുകളൊക്കെ മനസ്സിൽ നടത്തി. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ശ്രുതി. അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് അവരും വിചാരിച്ചു. ആ സമ്മാനം മേടിച്ചെടുക്കണം എന്ന ചിന്തയായിരുന്നു അവരുടെ ഒക്കെ മനസ്സിൽ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ സച്ചി അടുക്കളയിലേക്ക് വന്നു. രേവതി തിരക്കിട്ട പണിയിലായിരുന്നു. പിന്നീട് രേവതിയോട് ചോദിച്ചു, അല്ല എന്താ രേവതി നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നേ? നമ്മൾ ഇതിനായിട്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലോ സച്ചേട്ടാ. എന്നാൽ വലിയ വിലപിടിപ്പുള്ള സാധനമൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ എന്തേലും ഒരു ഗിഫ്റ്റ് മതി എന്ന് പറയണ. അല്ല നിന്റെ മനസ്സിൽ എന്തേലും ഐഡിയ ഉണ്ടോ? എന്റെ മനസ്സിൽ ഇപ്പോഴും എന്താ ഐഡിയ? സച്ചിയാണ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുന്നു പറഞ്ഞു. സച്ചി പറഞ്ഞു, ഞാനേ
ഒന്ന് പുറത്തു പോയിട്ട് വരാന്ന് പറയണം. പുറത്തു പോകാനോ? അതെ, അതെങ്ങനെ ശരിയാ സച്ചേട്ടാ? അച്ഛമ്മയൊക്കെ വന്നിരിക്കുന്നതല്ലേ, ഈ സമയത്ത് പുറത്തു പോയാൽ ശരിയാവോ? നീ ഒന്ന് സമാധാനപ്പെട്ട് രേവതി, ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. അച്ഛമ്മ മിക്കാറും വഴക്കുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സച്ചി ഹാളിലേക്ക് വരുമ്പത്തേനും അച്ഛമ്മേ രവീന്ദ്രനും ഉണ്ട്. എടാ, നീ ഇതെങ്ങോട്ട് പോന്നു? അത് അച്ഛമ്മേ, എനിക്കൊരു ഓട്ടോ ഉണ്ട്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. എടാ, നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞ ഈ മരിച്ചു കിടന്നോ ഓട്ടോ എടുക്കരുതെന്ന്. നീ എന്റെ പിറന്നാളായിട്ട് ഈ വീട്ടിൽ കാണുന്നതിന് പകരം നീ എങ്ങോട്ടാ പോണേ? നീ ഇവിടെ നിന്നാ മതി, ഇപ്പൊ ഒരിടത്തേക്കും പോകുന്നില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടാ നിനക്കറിയാവുന്ന കാര്യമല്ലേ അച്ഛമ്മയുടെ പിറന്നാളെന്ന്, പിന്നെ നീ എങ്ങോട്ടേക്ക് ഓടിപ്പോന്നേ? അച്ഛാ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഓട്ടോ, സ്ഥിരം വിളിക്കുന്നൊരു ഓട്ടോ, പോവാതിരിക്കാൻ പറ്റില്ല, ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. ശരി ശരി എന്ന് അച്ഛമ്മ പറഞ്ഞു. പോയിട്ട് വാ പെട്ടെന്ന്, അധികം താമസിച്ചേക്കരുത്. ഇല്ല അച്ഛമ്മേ, താമസിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രുതിയും കൂടെ ഭയങ്കര ആലോചനയിലാണ്. എന്താണ് ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ? എന്താ? ഇത്ര സമയം അച്ചമ്മയ്ക്കൊരു സാരിയായിരുന്നു മേടിച്ചു വെച്ചിരുന്നേ കൊടുക്കാൻ ഉദ്ദേശിച്ച്. പക്ഷേ എങ്കിൽ ഇപ്പൊ തോന്നി അത് പോരാ, അച്ചമ്മ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന് തക്കതായി എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ, ആ ഗിഫ്റ്റ് മേടിച്ചെടുക്കണം. അതിന് വേണ്ടിയുള്ള ഉദ്ദേശമാണ്. സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശ്രുതിക്കൊരു ഇളക്കം തട്ടിയത്. അതിനു മുമ്പ് ശ്രുതി പറഞ്ഞൊരു മോതിരം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അതിനൊക്കെ കുറെ പൈസയാവും, വേണ്ടാതൊക്കെ പറഞ്ഞ് മാറി നിന്നാ. അങ്ങനെ ഒടുവിൽ ശ്രുതി പറഞ്ഞു, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ, എന്ത് ചെയ്യാനായിട്ട്? ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, അച്ഛമ്മയെ മേക്കപ്പ് ചെയ്യാൻ പോവാ. മേക്കപ്പ് ചെയ്യാനോ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? അച്ഛമ്മേനും മേക്കപ്പിനൊന്നും നിന്ന് തരത്തില്ല. പിന്നെ അതെ, പണ്ട് കാലത്തായിരുന്നു ശ്രുതി അങ്ങനെയൊക്കെ, ഇപ്പോഴങ്ങനെയൊന്നുമല്ല. എല്ലാവരും അണിഞ്ഞൊരുങ്ങി നടക്കാൻ ആഗ്രഹമുള്ളവരാ ഇന്നത്തെ കാലത്തെ തലമുറയിലുള്ള ആൾക്കാര്. അതിന് ഇപ്പൊ നീ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. ആയിക്കോട്ടെ, ശ്രുതി പറഞ്ഞു, ഞാൻ എന്താണല്ലോ എന്റെ ഗിഫ്റ്റായിട്ട് അച്ഛമ്മയെ മേക്കപ്പ് ചെയ്യും. ഞാൻ എന്ത് കൊടുക്കും? അപ്പോഴേക്കും ശ്രുതി ഓർത്തിട്ട് പറഞ്ഞു, അതെ, എന്റെ ചെറുപ്പകാലത്ത് അച്ഛമ്മയുടെ ഒരു മാല താഴെ പോയായിരുന്നു. അപ്പൊ ആ മാലയ്ക്ക് പകരം നമുക്കൊരു മാല മേടിച്ചു കൊടുത്താലോ? അത് ശരിയാ, ആ മാല കൊടുത്ത് നമുക്ക് അച്ഛമ്മനെ ഇമ്പ്രസ് ചെയ്യാം. അതൊരു വിലപിടിപ്പുള്ള സാധനം ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതോടെ കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതിക്കും ഭയങ്കര സന്തോഷം. ഈ സമയത്ത് രവീന്ദ്രന് കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് കെട്ടാനുണ്ട്. അപ്പോഴേക്കും അതൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോ ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു, അല്ലേ രവിയേട്ടാ, അമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഗിഫ്റ്റോ? അതെ, നിനക്കിത് എന്ത് പറ്റിയെന്തര? എന്താ? അല്ല, മുമ്പ് വരെ നീ ഗിഫ്റ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം. ഒന്നുമല്ലേലും രവിയുടെ അമ്മയല്ലേ, അപ്പൊ എന്റെ അമ്മയും കൂടെ അല്ലേ? ഓഹോ, അമ്മായിമ്മ സ്നേഹം അങ്ങോട്ട് വലിഞ്ഞൊഴുകാണല്ലോ, നീയാള് കൊള്ളാലോ. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, രവിയേട്ട എന്നെ കളിയാക്കാൻ വരണ്ട. അയ്യോ, ആരെ കളിയാക്കുന്നു? ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. മുമ്പ് വരെ നീ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാ. എന്ത് കാര്യം? അത് പിന്നെ അച്ഛമ്മ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അച്ഛമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് മിക്കവാറും അത് പ്രതീക്ഷയായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഒരു നിമിഷം ചന്ദ്രമതി ആകെപ്പാടെ ഞെട്ടിപ്പകച്ചുപോയി. തന്റെ കള്ളത്തരം പിടികൂടിയല്ലോ എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രയുടെ മനസ്സിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.